ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ബോക്സിലൂടെയും നമുക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ടുമൊക്കെ റെക്കമെൻഡ് ചെയ്ത ഒരു ബിരിയാണി കഴിക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ആദ്യമേ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഓക്കെ, ഞാനിപ്പോൾ ഇതുവരെ കഴിച്ച ബിരിയാണികളിൽ വെച്ചിട്ട് 100-ൽ 100 മാർക്ക് കൊടുക്കാൻ തോന്നിയൊരു ബിരിയാണിയാണിത്. ടേസ്റ്റും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി. ഇതിലും നന്നായി ഇതിനെ വർണ്ണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ നന്നാക്കി പറയുമ്പോഴത്തെ ഒരു പ്രശ്നം എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണെന്നാണ്. അതാണ് ആദ്യമേ പറഞ്ഞ് ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനിയും അടിയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളിവിടുന്ന് കഴിച്ചത് കുട്ടൻ ബിരിയാണി ആയിരുന്നു. ഏകദേശം 130 രൂപയാണ് കുട്ടൻ ബിരിയാണിക്ക് ഒരു ചാർജ് ചെയ്യുന്നത്. അത് പോരാഞ്ഞിട്ട് റൈസ് വേണ്ടവർക്ക് ഒരു അൺലിമിറ്റഡ് ആയിട്ട് റൈസ് തരുകയും ചെയ്യും. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ഒരു ബിരിയാണി പ്രേമിക്ക്? ഇത്രയൊക്കെ പോരെ? അപ്പോൾ എല്ലാവരും വന്ന് കിസ്മത്തിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ബിരിയാണി കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇത്ര ആൾക്കാരെ എന്തുകൊണ്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഇവിടെ വരാൻ കുറച്ച് വൈകി, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്താണ് നമ്മളവിടെ ചെന്ന് പെടുക. എന്തായാലും ഗംഭീരം. എനിക്കും ചിന്നുവേട്ടനും ഒരേ അഭിപ്രായം എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും നന്നായി ആസ്വദിച്ച് കഴിക്കാനും എന്താ പറയുക, വളരെയധികം മനസ്സിന് സന്തോഷമായി. അപ്പോൾ ഈ സ്പോട്ട് നമ്മുടെ വടക്കാഞ്ചേരി കുന്നംകുളം റോഡ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ മരത്തങ്കോട് പള്ളിക്ക് സമീപമാണ് കിസ്മത്ത് ബിരിയാണി കഫേ. അപ്പോൾ ഇവിടെ പോയവർ അവർക്ക് എന്തായിരുന്നു ഇവിടുന്ന് കിട്ടിയ അനുഭവം എന്നുള്ളത് താഴെ ഒന്ന് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ പോകാത്തവർ പോയതിന് ശേഷം അവരുടെ ഒരു അനുഭവവും എഴുതി അറിയിക്കുക. അപ്പം ഞങ്ങളുടെ അനുഭവം ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.